വനിതാ അഭിഭാഷകയോട് ജഡ്ജി മോശമായി സംസാരിച്ചെന്ന വിവാദത്തിൽ നടപടിയുമായി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ. അസോസിയേഷന്റെ അനുമതിയില്ലാതെ വിഷയം ചർച്ച ചെയ്ത് ജോർജ് പൂന്തോട്ടത്തെ സസ്പെൻഡ് ചെയ്തു. ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ ചർച്ചയിലായിരുന്നു ജസ്റ്റിസ് ബദറുദ്ദീൻ ഖേദം പ്രകടിപ്പിച്ചത്. ജസ്റ്റിസ് ബദറുദ്ദീനെ ഹൈക്കോടതിയിൽ നിന്ന് മാറ്റണമെന്നും അഭിഭാഷക അസോസിയേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. റിയ ബേബി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, തുറന്ന കോടതിയിൽ മാപ്പ് പറയണം. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുൻപും പല അഭിഭാഷകരും സമാനമായ രീതിയിലുള്ള ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അഭിഭാഷക അസോസിയേഷൻ അറിയാതെ എങ്ങനെയാണ് ജോർജ് പൂന്തോട്ടം ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമവായ ചർച്ചയൊക്കെ നടത്തിയത്? കഴിഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസിന്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടന്നത്. ആ ചർച്ചയിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ ഖേദപ്രകടനം നടത്തുകയും അതേ തുടർന്ന് അഭിഭാഷക തന്നെ ഈ ബഹിഷ്കരണം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ബഹിഷ്കരണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ അസോസിയേഷനോട് അറിയിക്കാതെ ഇങ്ങനെ ഒരു ചർച്ച നടത്തിയ സംഭവത്തിലാണ് മുതിർന്ന അഭിഭാഷകൻ കൂടിയായ ജോർജ് പൂന്തോട്ടത്തെ ഈ അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു തീരുമാനം ഇപ്പോൾ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത്തരം വിഷയങ്ങളിൽ സമാനമായ നിലപാട്, സമാനമായ ഒരു സാഹചര്യം ആവർത്തിക്കുകയാണെങ്കിൽ അടുത്ത നടപടിയുമായി അസോസിയേഷൻ പോകും. നേരത്തെ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചതുപോലുള്ള ബഹിഷ്കരണവുമായി തന്നെ മുന്നോട്ട് അസോസിയേഷൻ പോകുമെന്ന കാര്യം കൂടി അഭിഭാഷക അസോസിയേഷൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ജസ്റ്റിസ് ബദറുദ്ദീനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകാനും അഭിഭാഷക അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം കൊച്ചിയിൽ ആരംഭിക്കുകയും നടന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അസോസിയേഷൻ എത്തുകയും ചെയ്തത്. എന്തായാലും ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ഉണ്ടായിരുന്നു. അതിന് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് കോടതി നടപടികൾ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം ആദ്യം ഉണ്ടായ ദിവസം ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചുമായി സഹകരിച്ചിരുന്നില്ല അഭിഭാഷകർ. ഇനിയിപ്പോൾ അദ്ദേഹത്തെ മാറ്റുന്നത് വരെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞൊരു ആവശ്യത്തിൽ അവർ ഓക്കെ ആണെങ്കിൽ, അതായത് തുറന്ന കോടതിയിൽ മാപ്പ് പറയുക, അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് വരെ സഹകരിക്കേണ്ട എന്ന നിലപാടാണോ ഇപ്പോൾ അസോസിയേഷനുള്ളത്? ഇല്ല, ഇന്നത്തെ യോഗത്തിൽ ബഹിഷ്കരണം ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ജഡ്ജി ഖേദപ്രകടനം നടത്തുകയും അക്കാര്യത്തിൽ താൻ തൃപ്തിയാണ് എന്ന് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് ബഹിഷ്കരണം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ തീരുമാനിച്ചത്. പക്ഷേ ജഡ്ജിയെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകും. അതോടൊപ്പം തന്നെ സമാനമായ സാഹചര്യം ഇനി ആവർത്തിച്ചാൽ ഇപ്പോൾ ഉണ്ടായ പോലുള്ള ഒരു ബഹിഷ്കരണ നടപടിയിലേക്ക് പോകും. അങ്ങനെ ഒരു കടുത്ത തീരുമാനം ആ ഘട്ടത്തിലും എടുക്കുന്ന ഒരു കാര്യം കൂടി അഭിഭാഷക അസോസിയേഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ അവരെ ചൊടിപ്പിച്ചത് ഇങ്ങനെ ഒരു ചർച്ച ഇന്ന് നടത്താനിരിക്കുകയായിരുന്നു. പക്ഷേ അസോസിയേഷനെ അറിയിക്കാതെയാണ് ജോർജ് പൂന്തോട്ടത്തിൽ, അതോടൊപ്പം തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അഭിഭാഷക അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തുകയും ജഡ്ജി അവിടെ ഒരു ഖേദപ്രകടനം നടത്തുകയും ചെയ്തത്. അത് വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യം അഭിഭാഷക അസോസിയേഷനകത്തുണ്ടാക്കിയിട്ടുണ്ട്. കാരണം തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്നടക്കമുള്ള കടുത്ത ആവശ്യങ്ങളായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതൊക്കെ മാറ്റി എന്തെങ്കിലും പ്രതികരണം വന്നോ റിയ? അദ്ദേഹത്തെ ആരാണ് ചുമതലപ്പെടുത്തിയത് ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ? അതുമായി ബന്ധപ്പെട്ട അല്പസമയത്തിനകം തന്നെ അഭിഭാഷക അസോസിയേഷൻ പ്രതികരിക്കും, ഭാരവാഹികൾ പ്രതികരിക്കും. നിലവിൽ ഇന്നവർ യോഗം കൂടുകയായിരുന്നു. ആ യോഗത്തിലാണ് തങ്ങളെ അറിയിക്കാതെ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോയതിൽ വലിയ അസ്വസ്ഥതയും അഭിപ്രായ വ്യത്യാസവും അസോസിയേഷൻ അറിയിക്കുകയും ആ നടപടിയെ പ്രതിഷേധിച്ച് ജോർജ് പൂന്തോട്ടത്തെ മാറ്റുകയും ചെയ്തൊരു തീരുമാനം വന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി അഭിഭാഷക അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് വരും. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ ഒരു വിശദമായ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ചീഫ് ജസ്റ്റിസ് ഇടപെട്ട ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും അവർ വിശദീകരണം വരിക. എന്തായാലും ഇന്ന് തീരുമാനം വിവരങ്ങൾ നൽകിയത്.